ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് ഒരു അപ്ഡേഷനും കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ടോട്ടൽ 10 കോടി എണ്ണം സപ്ലൈ ഉള്ള ഒരു ടോക്കനാണ് CF ടോക്കൻ എന്ന് പറയുന്നത്. കോയിൻ ഫോർജിൻ്റെ ഭാഗമാകുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ടോക്കനാണ്. ഇന്നത് ഫ്രീ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും ഇപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത പലരും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അപ്രോച്ച് ചെയ്ത പലരും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരിക്കും, ഇന്ന് ഒരു വാല്യൂ ഇല്ലാത്ത ടോക്കൻ അല്ലേ, അത് നമ്മൾ വാങ്ങി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടോക്കനുകളോ കോയിനുകളോ വാങ്ങി ഹോൾഡ് ചെയ്യുന്നതല്ലേ നല്ലതെന്നുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിത് അല്ലെങ്കിൽ വിലയില്ല അല്ലെങ്കിൽ ഇന്നൊരു വാല്യൂ ഇല്ലാത്ത ടോക്കൻ അല്ലേ എന്ന് വിചാരിച്ച് ഇതുവരെ ഒരൊറ്റ കോയിൻ പോലും വാങ്ങി ഹോൾഡ് ചെയ്യാത്തവരിലേക്കാണ് എസ്പെഷ്യലി ഈ ഒരു വീഡിയോ ഞാനിന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ടോട്ടൽ 10 കോടി എണ്ണം ഉള്ളതിൽ ഒരു 1.5 കോടി കോയിൻ അഫിലിയേറ്റ് സിസ്റ്റം വഴിയും അതുപോലെ തന്നെ ഒരു 50 ലക്ഷം കോയിൻ എയർലി അഡോപ്റ്റേഴ്സിന്, അത് ടോക്കൺ ഓഫ് ലവ് ആയിട്ടും പല രീതിയിൽ അവർക്ക് റിവാർഡുകളായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതാണ് കോയിൻ ഫോർജിൻ്റെ ടോക്കണോമിക്സ് കാണിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് ആ ഒരു ക്വാണ്ടിറ്റിയുടെ സപ്ലൈ ഒരു 70-75% കംപ്ലീറ്റ് ആയിരിക്കുന്ന സമയമാണ്. ഇനി കോയിൻ പ്രീസെയിലോട്ടും ആ പ്രീസെയിൽ കഴിയുന്നതോടുകൂടി ലിസ്റ്റിങ്ങിലോട്ടൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇനിയും ഒരു വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല വാങ്ങുന്നില്ല എന്ന് പറഞ്ഞവരോടാണ് വളരെ വലിയൊരു അവസരമായിരിക്കാം ഇതുവരെ ഈ സമയം വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഒരു എത്തേറിയം എന്ന് പറയുന്ന ഒരു കോയിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു 2019 വരെ ഒരു 6000 രൂപ വിലയുണ്ടായിരുന്ന ഒരു കോയിൻ ഇന്നൊരു ഏകദേശം 2-2.5 ലക്ഷം രൂപ വിലയുണ്ട്. അത് ഫോർസേജ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം വഴി കമ്മ്യൂണിറ്റി ഡെവലപ്പായി അതുമായിട്ട് കണക്ട് ചെയ്ത് പിന്നീട് ഒരുപാട് പ്രോഗ്രാമുകളും ഇക്കോസിസ്റ്റങ്ങളും ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും വലിയ വിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു അവസരം നമ്മൾ ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമുക്ക് ആ ഒരു അവസരം ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ടോക്കനാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഇനിയൊരു അടുത്ത 20-ാം തീയതിക്ക് ശേഷം വീണ്ടും അതിൻ്റെ സപ്ലൈ, അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൗണ്ട് പോലും കുറയുകയാണ്. ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അതിൻ്റെ വാല്യൂ എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. കാരണം നമുക്കിപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്ന ആ റൂട്ട് നിശ്ചയിക്കുന്നത്. കാരണം അതിന് ഒരുപാട് നമ്മളെ ഒരുപാട് സ്വാധീനിക്കാനായിട്ട് കഴിയുന്നൊരു കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാട്, അതുപോലെ നമ്മുടെ കൂട്ടുകെട്ടുകൾ. നമുക്കൊരു ഓപ്പണായിട്ട് ഞാൻ പറയാറുണ്ട്, നമുക്ക് വൈകിട്ട് ഷെയർ ഇട്ടടിക്കാൻ വിളിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ വരും. അല്ലെങ്കിൽ നമ്മൾ മുടക്ക് ദിവസങ്ങളിൽ പല എൻ്റർടൈൻമെൻറ്റ്സിലേക്കും നമ്മൾ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വിളിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരാനായിട്ട്, നീ എൻ്റെ കൂടെ നിന്നോ, നിനക്ക് നല്ലൊരു അവസരം ഞാൻ തരാമെന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകളായിരിക്കും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. ഞാൻ മുൻപ് ഒരു വീഡിയോയിലും അതുപോലെ തന്നെ പല എംപവറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയുള്ള പല പ്രോഗ്രാമുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2020 മുതൽ എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ദുഃഖിക്കുന്ന അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനെന്നുള്ളത്. ഞാനാണെങ്കിൽ പോലും കോയിൻ ഫോർജ് വന്ന സമയത്ത് അത് മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ കണ്ട എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഏറ്റെടുക്കാതെ നിന്ന വ്യക്തിയാണ്. പക്ഷെ ഇത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചോ അന്ന് മുതൽ എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവരിലേക്ക് ഞാൻ ഈ ഒരു അവസരം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോൾ ഇതിനൊരു വാല്യൂ ഇല്ലല്ലോ, അപ്പോൾ വാല്യൂ ഉള്ളത് വാങ്ങി വെച്ചാൽ പോരെ. പറയാറുണ്ട്, ഇത് വാല്യൂ വരും, ഇത് സിസ്റ്റം വേറെയാണ്, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരു സ്കാം പ്രൊജക്റ്റ് അല്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കോയിൻ ഫോർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നില്ല, നമുക്ക് അതുകൊണ്ടൊരു ലാഭം വെറുതെ ഇരുന്നാൽ ഇന്നത് തരാമെന്നുള്ളൊരു ലാഭം കോയിൻ ഫോർജ് ഓഫർ ചെയ്യുന്നില്ല. പക്ഷെ വളരെ വാല്യൂ ആയിട്ടുള്ള
വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം പണം സമ്പാദിക്കാനായിട്ടും ഭാവിയിലേക്കുള്ളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടാത്ത പല കാര്യങ്ങൾക്ക് ഷെയർ ഇടാനും നമ്മുടെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. ആ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി, ആ ചുറ്റുപാടിൽ നിന്നൊക്കെ മാറി വളർച്ച ആഗ്രഹിക്കുന്ന ചുറ്റുപാടിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും എംപവർ ഇൻവൈറ്റ് ചെയ്യാം. അതും കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് ടച്ച് ചെയ്യാനുള്ളതാണ്. ഒരു വളരെ വലിയ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഇക്കോസിസ്റ്റം നമുക്ക് പറയാൻ പറ്റും, ഒരു പല ബിസിനസ്സുകൾ ചിലപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു സാധ്യത ഉണ്ടായിരിക്കാം. അതിലേക്കൊക്കെയുള്ള വളരെ വലിയൊരു സാധ്യതയാണ് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇനി കോയിൻ ഫോർജിൻ്റെ ഭാഗമായിട്ട് പല എക്സ്ക്യൂസുകളും പല എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇനിയും കോയിൻ കളക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കിട്ടിയ കോയിൻ മാത്രമേ കയ്യിലുള്ളൂ, ഈ ഒരു അവസരം മറ്റൊരു വ്യക്തികളിലേക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കളക്ട് ചെയ്യാത്ത വ്യക്തികളിലേക്കാണ് അടുത്ത മെസ്സേജ്. ദയവ് ചെയ്തിട്ട് ആ കോയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പരമാവധി ടോക്കൺസ് കളക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു 5000 ടോക്കൺ, അതായത് 10,000 ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5 വർഷം ഹോൾഡ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 1000 രൂപയാവുകയാണെങ്കിൽ 1 കോടി രൂപ വാല്യൂ ഉള്ള ആസ്തി നമ്മുടെ കയ്യിലുണ്ടാവും. ഈ 5 വർഷം കൊണ്ട് നമ്മൾ ഇന്ന് നിൽക്കുന്ന അതേപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 5 വയസ്സ് കൂടും. നമ്മുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അവർക്കും ഒരു 5 വയസ്സ് കൂടുക എന്നല്ലാതെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യത കുറവാണ്. എന്നാൽ കോയിൻ ഫോർജിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു 10,000 ടോക്കൺ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള USDT, അതായത് ക്യാഷ് റിവാർഡുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും കോയിൻ കളക്ട് ചെയ്ത് വെക്കൂ എന്നുള്ളത്. ആ കോയിൻ നിങ്ങൾക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ, അതായത് 3 വർഷത്തിനും ഒരു 5 വർഷത്തിനും ഇടയിലുള്ളൊരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വയസ്സ് കൂടുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എന്താണ്, തിങ്ക് റെസ്പോൺസിബിലി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മെമ്പർ എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നിറവേറ്റാൻ തയ്യാറാണെങ്കിൽ വലിയ വിജയമാണ് നിങ്ങൾക്ക് കോയിൻ ഫോർജിൽ കാത്തിരിക്കുന്നത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.